മാനന്തവാടിയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് തണ്ണീർക്കൊമ്പൻ എന്ന ഒറ്റയാൻ. കർണാടക മേഖലയിൽ നിന്ന് ആണ് മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നത് തണ്ണീർക്കൊമ്പൻ. മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊമ്പനെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമകരമായ ദൗത്യത്തിലാണിപ്പോൾ വനപാലകർ. സുർജിത്ത് അയ്യപ്പത്ത് പുതിയ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ ദൗത്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച സൂചനകളുണ്ടോ? പ്രത്യേകിച്ച് പട്ടണത്തിലൂടെ വേണം ഈ ഒറ്റയാനെ തുരത്താൻ, അത് ശ്രമകരമാണ്. ജനവാസ മേഖലയായതുകൊണ്ട് മയക്കുവെടി വെക്കുക എന്നത് അസാധ്യമാണ്. അപ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനുള്ള ആലോചനയിലാണ് വനം വകുപ്പ്? ഏത് വിധത്തിലാണ് വനം വകുപ്പ് നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ മയക്കുവെടി ഉതിർക്കണം എന്നുള്ള ആവശ്യമാണ് ഏറ്റവും പ്രധാനമായും ആളുകളെല്ലാം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ DFOയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രതിഷേധം നാട്ടുകാർ അറിയിക്കുന്നുണ്ട്. ഇതിന് മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ മയക്കുവെടി ഉതിർക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പിന് കടക്കാൻ കഴിയൂ. ഇവിടെ നിന്നും ആനയെ സുഗമമായ രീതിയിൽ തന്നെ നടത്തി ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. കാരണം ജനവാസ മേഖലയാണ് മാനന്തവാടി നഗരം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ ആന ഇപ്പോൾ നിലവിലുള്ളത്. ആ നടുക്ക് ഒരു കൃഷി സ്ഥലത്ത് അതിനോട് ചേർന്നുള്ള പ്രദേശത്ത് അതിൻ്റെ ഓരത്തായി ഒരു മരത്തിൻ്റെ തണലിൽ മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഇന്ന് രാവിലെ എടവക പഞ്ചായത്തിലാണ് പുലർച്ചെ ആനയുടെ സാന്നിധ്യം കണ്ടത്. വനമില്ലാത്ത മേഖല, വനമില്ലാത്ത പ്രദേശത്ത് എങ്ങനെ ആന നടന്നെത്തി എന്നുള്ളതാണ് എവർക്കും അത്ഭുതമുള്ളത്. എന്തായാലും അവിടെ നിന്നും ഓടിച്ച് ആനയെ എത്തിച്ചത് മാനന്തവാടി നഗരത്തിലാണ് എത്തിയത്. നഗരത്തിലെ കോടതി പരിസരത്ത് 1 മണിക്കൂറോളം ആന പരിഭ്രാന്തി പരത്തി. അതിനുശേഷം ആനയെ ഈ കൊല്ലിയിലേക്ക് ഓടിച്ച് വിടുകയാണ് ഉണ്ടായത്. ഈ കൊല്ലിയിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. വാഴത്തോട്ടമാണ്. വാഴത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ താഴെ തണലിലാണ് ഇപ്പോഴും ആനയുടെ സാന്നിധ്യമുള്ളത്. ഇവിടെ നിന്നും വനമേഖല എന്ന് പറയുന്നത് ഏതാണ്ട് അകലെ തന്നെയാണ്. ഈ ചെറ്റപ്പാലം എന്ന് പറയുന്ന പ്രദേശത്തെല്ലാം തന്നെ ഈ അവിടെ തേക്കിൻ തോട്ടമാണ് ഉള്ളത്, അല്ലാതെ വനമല്ല. വനമേഖല എന്ന് പറയുന്നത് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അകലെ കാട്ടിക്കുളം ഉൾപ്പെടെയുള്ള പ്രദേശത്തിന് അകലെയായാണ് ഈ വനമുള്ളത്. അതോടൊപ്പം തന്നെ മക്കിമല, കണ്ണോത്തുമല ഉൾപ്പെടെയുള്ള അത്തരം പ്രദേശങ്ങളുള്ള തലപ്പുഴയ്ക്കപ്പുറത്താണ് വനമുള്ളത്. ഇത്തരം ദൂരപ്രദേശങ്ങളിലേക്ക് അയക്കുകയാണെങ്കിൽ പോലും അത് ജനവാസ മേഖലയാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ ഏത് വിധത്തിൽ സുഗമമായി എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് വനം വകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മയക്കുവെടി ഉതിർക്കുക എന്നതിന് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ആ ഒരു ദൗത്യത്തിലേക്ക് വനം വകുപ്പിന് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും ആന ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികമായി ഒരേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. അതിനെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഈ മാനന്തവാടി നഗരത്തിൻ്റെ ചുറ്റുവട്ടത്തും, അതായത് ഒരു ഉയർന്ന പ്രദേശത്തിന് താഴെ ഒരു കൊല്ലിയാണ്. ആ കൊല്ലിക്ക് താഴ്ഭാഗത്തായാണ് ഇത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ചുറ്റുവട്ടത്തും ആളുകളും തമ്പടിച്ചിട്ടുണ്ട്. നേരത്തെ ഹാസൻ എന്ന് പറയുന്ന കർണാടകയുടെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച ആനയാണിത്. അതായത് കാർഷിക മേഖലയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിച്ച, പലപ്പോഴും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വരികയും അവിടെ വലിയ നാശം സംഭവിക്കുകയും സൃഷ്ടിച്ച ആനയാണ്. ആനയെ പിടികൂടിയത് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിൽ അതിനു മുമ്പുള്ള ഏതാനും മാസങ്ങളായി വലിയ ബുദ്ധിമുട്ടി ആന സൃഷ്ടിച്ചിരുന്നു. അഭിമന്യു എന്നുപേരുള്ള ഒരു കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദൗത്യം വനം വകുപ്പ്, കുങ്കിയാനയുടെ നേതൃത്വത്തിലാണ് ഈ വനം വകുപ്പ് ഈ ദൗത്യം നടപ്പാക്കുകയും ഇതിനെ പിടികൂടുകയും റേഡിയോ കോളർ ഘടിപ്പിക്കുകയും ചെയ്ത് ആ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ഇതിനെ പിന്നീട് എത്തിക്കുന്നത് ഈ നാഗർഹോളെ വനമേഖലയിലേക്കാണ്. നാഗർഹോളെ വനമേഖലയിലേക്ക് ഇതിനെ എത്തിച്ച മുറയ്ക്ക് അതിനുശേഷം ആ നാഗർഹോളെ വനമേഖലയിൽ നിന്നുമാകാം ഒരു പക്ഷേ ഇത് ഈ പ്രദേശത്തേക്ക് എത്തിയത് എന്നാണ് കരുതുന്നത്. അതായത് ബ്രഹ്മഗിരി മലനിരകൾ കടന്നാൽ അതിനപ്പുറം അത് കർണാടകത്തിൻ്റെ വനമേഖലയാണ്. ആ വനമേഖലയിലൂടെ ഒരുപക്ഷെ തലപ്പുഴ എത്തി തലപ്പുഴയിൽ നിന്ന് നേരെ ഇടവകയിലേക്ക് എത്തുകയും ഇടവകയിൽ നിന്ന് നേരെ ഇങ്ങനെ മാനന്തവാടിയിലേക്ക് ഇന്ന് രാവിലെ എത്തുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ഒരു കണക്കുകൂട്ടലുള്ളത്. എന്തായാലും ഡാർട്ടിംഗ് എന്നുള്ള ദൗത്യം അത് നടപ്പാക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആളുകളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനം വകുപ്പിൻ്റെ DFOയെ തടയുന്നതുൾപ്പെടെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അവർ സംസാരിക്കുന്നുണ്ട്, ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ പ്രവർത്തകരുമായും എല്ലാം തന്നെ വിഷയം സംസാരിക്കുന്നുണ്ട്. അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വനം വകുപ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയാണ് എന്നുള്ളത്
തന്നെയാണ്. പ്രത്യേകിച്ച് മാനന്തവാടി നഗരമാണ്, ആ നഗരപ്രദേശത്ത് ഈ ആന നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും, ഇതിനെ സുഗമമായ രീതിയിൽ തന്നെ വനത്തിലേക്ക് തിരികെ അയക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. ഒപ്പം തന്നെ മയക്കുവെടി വെക്കുന്ന കാര്യത്തിൽ പരിശോധന നടത്തുന്നു. മയക്കുവെടി വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കുങ്കിയാനകൾ എത്തിക്കേണ്ടതുണ്ട്. കുങ്കിയാനകൾ എത്തിക്കേണ്ടത് മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ നിന്നാണ്. എത്തുമോ, കുങ്കിയാനകൾ എത്തിക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മേഖലയിൽ തമ്പടിക്കുന്നുണ്ട്. RRT സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഈ സ്കൂൾ കുട്ടികളെല്ലാം തന്നെ എത്തുന്ന ഒരു സമയമാണ്, കോളേജുകൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. അത്തരത്തിൽ ആരും എത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ്. കാരണം ഇത് നഗരമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നഗരപ്രദേശമാണ്, നഗരപ്രദേശത്ത് ഉണ്ടാക്കുന്ന ഒരു അലോസരം ചെറുതല്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിനെ മറികടക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് വനം വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വനം മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. എന്തായാലും ഇത് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ആളുകൾ ആശങ്കയുണ്ട്. ജനവാസ മേഖലയിലാണ് കൊമ്പൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അളവിലുള്ള ആശങ്കയുണ്ട്. രാവിലെ എടവക പഞ്ചായത്തിലേക്ക് എത്തി. എടവക പഞ്ചായത്തിലെ ക്ഷീരകർഷകരാണ് ആദ്യം ആനയെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇതിന് പിന്നാലെ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ അനുസരിച്ച് ആ വിവരങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ പിന്തുടർന്നു. ആനയെ പിന്തുടർന്ന ഘട്ടത്തിൽ അത് എത്തിയത് നേരെ നഗരത്തിലേക്കാണ്. 1.5 കിലോമീറ്റർ അകലെയാണ് എടവക പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുള്ളത്. ഈ മാനന്തവാടി നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എടവക പഞ്ചായത്ത്. വനമില്ലാത്ത ഒരു വയനാട് ജില്ലയിലെ അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈ എടവക പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അതിനുശേഷം ഇത് നേരെ കോടതി പരിസരത്തേക്ക് നഗരത്തിലൂടെ എത്തുന്നു. കോടതി പരിസരത്ത് ഏതാണ്ട് 1 മണിക്കൂർ നേരം അവിടെ നിലയുറപ്പിക്കുന്നു. അതിനുശേഷമാണ് അവിടെ നിന്നും പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഈ കൊല്ലിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആനയുള്ളത് ഈ കൊല്ലിയിലാണ്. ഇവിടെ നിന്നും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. മയക്കുവെടി വെക്കാം, അല്ലെങ്കിൽ ഇതിനെ വനത്തിലേക്ക് പറഞ്ഞയക്കാം. ഇതിൽ രണ്ടാമത്തെ കാര്യം, അതായത് വനത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് കഠിനമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് വനമേഖല ഇതിനടുത്ത് എവിടെയും ഇല്ല, തൊട്ടടുത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ്. അത്രയും ദൂരം ഇത് പിന്നിടുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് വനംവകുപ്പിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. വേണു, സുർജിത്ത്, ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട് ഒറ്റയാന്. എന്നിട്ടും മാനന്തവാടി പോലെ ഒരു സ്ഥലത്തേക്ക് ഇത് എത്തുന്നതിൻ്റെ സൂചനകളൊന്നും കർണാടക വനം വകുപ്പിനടക്കം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാകാം? ഏത് വിധത്തിലാണ് അതിനെ ട്രാക്ക് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് കർണാടക വനം വകുപ്പാണ്. കർണാടകയിൽ നിന്നും പിടികൂടിയ ആനയാണ്. ആ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതിന് പേരുൾപ്പെടെ തണ്ണീർ എന്നുള്ള പേരാണ് നൽകിയിട്ടുള്ളത്. അതിന് പിടികൂടിയ ശേഷം റേഡിയോ കോളർ ഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് തണ്ണീർ എന്നുള്ള പേര് ഈ ആനയ്ക്ക് നൽകിയത്. തണ്ണീർ കൊമ്പൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ആ ആന ഒരുപക്ഷെ ബ്രഹ്മഗിരിക്കപ്പുറം ആ മേഖലയെല്ലാം തന്നെ ഈ നാഗർഹോളെ വനമേഖലയുടെ ഭാഗമായി കിടക്കുന്ന വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നും എങ്ങനെ എത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹാസനിൽ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഹാസൻ മേഖലയിൽ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുകയും കർഷകർക്ക് വലിയ ദുരിതം സൃഷ്ടിച്ച, വലിയ രീതിയിലുള്ള കൃഷിനാശം സൃഷ്ടിച്ച ആനയാണ് എന്ന് ആണ് കർണാടകയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കർണാടക വനം വകുപ്പ് അവിടേക്ക് അതിനെ പിടികൂടുകയും കുങ്കിയാനകളെ ഉപയോഗിച്ച് പിടികൂടി തളച്ച ശേഷം അതിനെ നേരെ നാഗർഹോളെ വനത്തിൽ തുറന്നു വിടുകയായിരുന്നു. ഏതാണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് അത് ഇവിടേക്ക് നാഗർഹോളെ വനത്തിൻ്റെ ഭാഗമായുള്ള ബ്രഹ്മഗിരി മല, അവിടെ നിന്നും എങ്ങനെയാണ് ഈ തലപ്പുഴ വഴി ഇത് എത്തി എടവക പഞ്ചായത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മുതിർന്ന വനവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രതിനിധികൾ, MLA ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നഗരസഭാ അധികൃതരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികൃതരെല്ലാം തന്നെ ഇവിടെയുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. നിലവിൽ ഇപ്പോൾ ആന സുഗമമായ രീതിയിൽ തന്നെ മറ്റൊരു അലോസരവും പ്രതിസന്ധിയും പ്രശ്നവും സൃഷ്ടിക്കാതെ ഒരു ഭാഗത്ത് ആന ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വേണു, സുർജിത്ത്, ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചില കുട്ടികളെങ്കിലും സ്കൂളുകളിൽ എത്തിയ സാഹചര്യം ഉണ്ടായോ? അവരവിടെ തുടരട്ടെ,
കുട്ടികളെ ഇനി വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കരുത്, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത്, അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 25 മീറ്റർ മാത്രം അകലെയാണ് ഈ ആനയുടെ സാന്നിധ്യം. ഈ ആനയെ ആദ്യം കണ്ട ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ എവിടെ ഒരാളാണ്? ഞാൻ എടവ പഞ്ചായത്തിൽ എന്താ സംഭവിച്ചത്? പായോട്. ഞങ്ങൾ രാവിലെ മീനങ്ങാടി നമ്മുടെ ഒരു പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ ഞാൻ അമ്മയായിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോഴാണ് ഫ്രണ്ടിൽ തന്നെ നല്ല മഞ്ഞായിരുന്നു, കോട മഞ്ഞായിരുന്നു ഫുള്ള്. ഫ്രണ്ടിൽ തന്നെ ഇവിടുന്ന് എത്ര ദൂരത്തിൽ ആന മുമ്പിലുണ്ടായിരുന്നു. അതിൻ്റെ വണ്ടീൻ്റെ വെളിച്ചം കണ്ടപ്പോൾ ആന ഒന്ന് തിരിഞ്ഞു. അപ്പോൾ ഞാൻ റിവേഴ്സ് എടുത്തു, വേഗം ഒരു വീട്ടിലേക്ക് കയറ്റി. അപ്പോൾ തന്നെ അവരെ തന്നെ വിളിച്ചു പറഞ്ഞു, സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വിളിച്ചു പറഞ്ഞു, മെമ്പറെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ. പിന്നെ ആൾക്കാർ പറഞ്ഞു ആനനെ കാണുന്നില്ല എന്ന്. നല്ല കോട മഞ്ഞായതുകൊണ്ട് നല്ല മഞ്ഞായിരുന്നു. എനിക്ക് തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ ആവില്ലായിരുന്നു, എന്നുണ്ടെങ്കിൽ കാണില്ലായിരുന്നു, അത്രയും ഇതായിരുന്നു. ഫ്രണ്ടിൽ തന്നെയായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല. ആന ഇങ്ങനെ നടന്നു പോകുമായിരുന്നു, സൈലൻ്റ് ആയിരുന്നു. വണ്ടിയെ വെളിച്ചം കണ്ടപ്പോൾ ഒന്ന് തിരിഞ്ഞൊന്ന്, പിന്നെ ഞാൻ റിവേഴ്സ് എടുത്ത് പോയി. ആ പ്രദേശത്ത് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. കുറച്ച് സാധനങ്ങൾ പോയപ്പോൾ കപ്പ, വാഴ, കാപ്പി അങ്ങനെ പോകുന്ന വഴിക്ക് കളയുന്നല്ലാണ്ട് വേറെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരിക്കും. ഇത് പുഴ കടന്ന്, പുഴ നീന്തി കടന്ന് ഇപ്പുറത്തേതി. അവിടുന്ന് എത്ര ദൂരമുണ്ട്? 2-3 കിലോമീറ്റർ അത്ര ഉണ്ടോ? ഇത്ര ഉള്ളൂ. റോൾജി. എന്തായാലും ഇദ്ദേഹം ആ ദൃശ്യത്തിന്, അതായത് യാന മുന്നിൽ രാവിലെ എത്തിപ്പെട്ടതിന് സാക്ഷ്യം വഹിച്ച ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം. എന്തായാലും ഇന്ന് രാവിലെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പരിപാടിക്ക് അദ്ദേഹം പോകുമ്പോൾ, അമ്മയെ ആക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആനയെ കണ്ടത് എന്നാണ് പറയുന്നത്. എന്തായാലും ആനയെ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അകലെ നിന്നും ആനയെ ഇവിടേക്ക് എത്തിക്കുകയും ഇപ്പോൾ ആന നിലവിൽ സുരക്ഷിത സ്ഥാനത്ത്, അതായത് ഈ കൊല്ലിയിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. ആശങ്കയുടെ മണിക്കൂറുകളുമായി ആളുകളും വനംവകുപ്പും മറ്റുദ്യോഗസ്ഥരും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും എന്ത് നിലപാടാണ് ഇനി വനംവകുപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് DFO ഇവിടെയുണ്ട്. DFO എന്ത് തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ആളുകൾ കൂടുന്നു. മാത്രമല്ല മറ്റ് ഇവിടുത്തെ ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലും ഉയർന്ന പ്രദേശത്തിന് മുകളിലും എല്ലാം തന്നെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതരായിരിക്കണം ഏവരും എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ഒരു നടപടിയിലേക്ക്, അത്തരം ഒരു നടപടിയിലേക്ക് 144 പ്രഖ്യാപിക്കുകയും നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. എപ്പോഴും ആന ഈ കൊല്ലിയിൽ ഇങ്ങനെ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളമായി ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ചൂടേറുന്നു. എങ്ങനെയാണ് വനംവകുപ്പ് എന്ത് തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത് ചെവിയാട്ടി അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തണലുണ്ട്. ആ തണലിലാണ്, മരത്തണലിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക, എന്ത് തരത്തിലുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കും എന്നുള്ളതാണ് അവരും ഉറ്റുനോക്കുന്നത്. ഈ മുത്തങ്ങിയിൽ നിന്ന് കൂടുതൽ RRT സംഘം ഉൾപ്പെടെ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. മയക്കുവെടി ഉതിർക്കാനുള്ള സാധ്യതയിലേക്ക് കടക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ആളുകൾ എല്ലാം തന്നെ പല ഭാഗങ്ങളിലായി നിൽക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ തന്നെ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നിൽക്കുന്നു. കുങ്കിയാനകളെ എത്തിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ ഇനി അടുത്ത സമയങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഈ പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് ഉയരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ DFOയെ തടഞ്ഞു വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള അത്തരം പ്രതിഷേധങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ മാറുന്നു. ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളെല്ലാം തന്നെ DFOയെ തടഞ്ഞു വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മയക്കുവെടി വെക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. അത്തരത്തിലുള്ള വിവരം കൂടി ലഭ്യമാകുന്നു. എന്തായാലും ആനയെ മയക്കുവെടി വെക്കുമോ അതോ ഇതിനെ കാട്ടിലേക്ക് അയക്കുമോ, കാട്ടിലേക്ക് അയക്കുമ്പോൾ ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങളുടെ ഒരു ആശങ്ക, അതെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വേണു.
സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.